സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ഒന്നാമത്തെ ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്ട്രക്ചർ ആൻഡ് പോയിൻറ്ററിലെ സ്ട്രക്ചർ സെക്ഷൻ്റെ അവസാനത്തെ സെക്ഷൻ ഇതാവും എന്ന് വിചാരിക്കാം. കഴിഞ്ഞ ദിവസം ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. എംപ്ലോയി സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാം എഴുതാനായിട്ട്. എനിക്ക് എൻ്റെ കുട്ടികൾ ചിലർ എഴുതി തന്നിരുന്നു. അതാണ് ഇന്ന് ഹോംവർക്കിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും എഴുതിയത് ഇതുപോലെ തന്നെയല്ലേ എന്ന് നോക്കുക. വേരിയബിൾസിൻ്റെ പേരൊക്കെ വ്യത്യാസം വന്നേക്കാം, പക്ഷെ മെയിൻ കണ്ടൻറ്റ് ഇതുപോലെയല്ലേ നോക്കുക. ഇനി അല്ല നിങ്ങൾ എഴുതിയതും ശരിയാണെന്ന് സംശയം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ശരി, എങ്ങനെ കോണ്ടാക്ട് ചെയ്യുക? എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് വാട്സാപ്പ് ചെയ്യുക. ബാക്കിയുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ പറ്റാവുന്നത് ഞാൻ ശ്രമിക്കാം കേട്ടോ. ശരി, ആ പ്രോഗ്രാമിലെ വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ മുമ്പ് എഴുതിയ അതേ പ്രോഗ്രാം പോലെ തന്നെ. പക്ഷേ സ്ട്രക്ചർ വേരിയബിളിൻ്റെ കണ്ടൻറ്റ് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിലുള്ളത് മുമ്പത്തെ സ്ട്രക്ചർ വേരിയബിളിലുള്ള അതേ സാധനങ്ങളല്ല. ചെറിയൊരു വ്യത്യാസമുള്ള എന്താ വെച്ചാൽ 3 വേരിയബിളുകളിൽ ഒന്ന് നെയിമും ഒന്ന് ഡെസിഗ്നേഷനും ഒന്ന് ബേസിക് പേ എന്നാണ്. ബേസിക് പേ ഇൻറ്റിജറാണ്, നെയിമും ഡെസിഗ്നേഷനും ക്യാരക്ടർ ടൈപ്പാണ്. അപ്പോൾ അത് സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഈ പയ്യൻ എടുത്തേക്കുന്നത് 20 വെച്ചാണ് നെയിമിനും ഡെസിഗ്നേഷനും. ബേസിക് പേക്ക് വേരിയബിളിൻ്റെ പേര് ബേസിക് പേ എന്ന് തന്നെ വേണമായിരുന്നു. ഇനി ബേസിക് പാക്ക് എന്ന് എഴുതിയാലും തെറ്റൊന്നുമല്ല. പക്ഷേ വേരിയബിളുകൾക്ക് പേരിടുമ്പോൾ ന്യൂമോണിക് നെയിംസ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വേരിയബിൾ എന്ത് പർപ്പസിനാണോ അതിനോട് ചേരുന്ന പേരിടണം എന്ന് കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. അതൊരു നല്ല രീതിയാണ്, അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ മെയിൻ പ്രോഗ്രാം തുടങ്ങി. മെയിൻ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എംപ്ലോയി എന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കി. എന്നിട്ട് വേരിയബിൾസിലേക്ക് കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ജോഡി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സി ഔട്ട് സീൻ ജോഡി ആയിരിക്കും റീഡിങ്ങിന്. ആദ്യത്തെ മെസ്സേജ് സി ഔട്ട് എൻ്റർ ദ നെയിം /n എന്നിട്ട് സീൻ ഡോട്ട് ഗെറ്റ്. ഇതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ നെയിം വാങ്ങി 20 സൈസാന്നുള്ളതും കൂടി ആ പാരാമീറ്ററായിട്ട് കൊടുത്തു. അടുത്ത മെസ്സേജ് ഇട്ടു എൻ്റർ ദ ഡെസിഗ്നേഷൻ, എന്നിട്ട് അത് വാങ്ങി. കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെസിഗ്നേഷൻ വാങ്ങി, ഗെറ്റ് ലൈൻ വെച്ച് ഡെസിഗ്നേഷൻ വാങ്ങി. ബേസിക് പേ എന്നാണ്, അത് മാറ്റി എഴുതിയാൽ നല്ലതാണ്. ബേസിക് പാക്ക് എന്നല്ല, ബേസിക് പേ അടിസ്ഥാന ശമ്പളം എന്നർത്ഥം. എന്നിട്ട് ബാസ് പേ BP എന്ന് ചുരുക്കി എഴുതിയാലും മതി. ദ ഡീറ്റെയിൽസ് ഓഫ് ദ എംപ്ലോയി ആർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. ഈ ഡീറ്റെയിൽസ് ഒക്കെ പ്രിന്റ് ചെയ്ത് കാണിച്ചു. റിട്ടേൺ 0 ക്ലോസിംഗ് ബ്രേസസ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതിലും കൂടുതൽ ഇനി ഹോംവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഭയങ്കരമായി അധികം കമൻസ് വന്നല്ലേ, അതൊന്നും വരില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ടൈപ്പ് ചെയ്തോ. അപ്പോൾ ഹോംവർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത അതേ പ്രോബ്ലത്തിലേക്ക് ഒന്നുകൂടി തിരിച്ച്, കാരണം അതൊന്ന് സൂക്ഷിച്ചു നോക്കുക. നമ്മളതിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തത് മെയിൻ ഫങ്ഷന് മുമ്പാണ്. മെയിൻ ഫങ്ഷൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ഇത് വേണമെങ്കിൽ നമുക്ക് മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ഡിഫൈൻ ചെയ്യാം. 2 രീതിയിൽ എഴുതിയാലും പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ഒരു എററും വരില്ല, വർക്ക് ചെയ്യും. പക്ഷേ മെയിൻ ഫങ്ഷന് മുമ്പ് ഡിഫൈൻ ചെയ്യുന്നതും മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്നതും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ചെറിയ വലിയ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം എന്തെന്ന് കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതാണ്. ഫങ്ഷൻസിൻ്റെ ചാപ്റ്റർ എടുത്തപ്പോൾ പഠിച്ചതല്ല, പഠിക്കാനുണ്ടായിരുന്നു. പഠിച്ചോന്ന് എനിക്കറിയില്ലല്ലോ. ഇതാ കേട്ടോ, ഫങ്ഷൻ സ്കോപ്പ്, ഫയൽ സ്കോപ്പ്, ഗ്ലോബൽ വേരിയബിൾ, ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാതെ താക്കേട്ടോ. ഈ സ്ട്രക്ചർ നമ്മളിപ്പോൾ എഴുതിയേക്കുന്ന പോലെ മെയിൻ ഫങ്ഷന് മുമ്പ് തന്നെ എഴുതുകയാണെങ്കിൽ ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് നമുക്ക് മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം.
മെയിൻ ഫംഗ്ഷന് താഴെ വേറെ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും നമുക്ക് ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഈ സ്ട്രക്ചർ എല്ലാ ഫംഗ്ഷനുകളുടെയും പുറത്തായി ഏറ്റവും ആദ്യം തന്നെ ഗ്ലോബലി ഡിക്ലെയർഡ് ആണ്. ഇനി ഇതേ സ്ട്രക്ചർ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തതെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് മെയിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ വേരിയബിൾസ് ഉണ്ടാക്കാൻ നോക്കിയാൽ എററായിരിക്കും. മനസ്സിലായോ? ഫുള്ള് വേണ്ടവരും A+ വേണ്ടവരുമാണ് ഇനി പറയാൻ പോകുന്ന സെക്ഷൻ ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്തവരിത് വിട്ടാലും കുഴപ്പമില്ല കേട്ടല്ലോ. ഗ്ലോബൽ സ്കോപ്പായിരുന്നു ആദ്യത്തെ തരം. അതായത് മെയിനിന് പുറത്ത് തന്നെ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, ഫംഗ്ഷനല്ല സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രക്ചറിനുള്ളത് അതിൻ്റെ വേരിയബിൾസ് മെയിൻ അടക്കമുള്ള എല്ലാ ഫംഗ്ഷനുകളിലും ഉണ്ടാക്കാം. ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ വേരിയബിൾസ് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഈ കാണിച്ചേക്കുന്നതൊക്കെ പോസിബിൾ ആണോ അല്ലയോ എന്ന് പറയണം. പോസ് ചെയ്യുക, നിങ്ങൾ ഉത്തരം എഴുതുക, ശരിയാണോ എന്ന് നോക്കുക. കേട്ടല്ലോ? നമുക്ക് ഒരു പ്രോഗ്രാം കൂടി നോക്കാം. ചോദ്യം ഇതാണ്: ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര്, റോൾ നമ്പർ, 6 സബ്ജക്റ്റിൻ്റെ മാർക്ക്, ടോട്ടൽ, ഇത്രയും സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം വേണം. അതിൽ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു അറേ വേണം. ക്ലിയർ അല്ലേ? എന്തൊക്കെ വേണം? റോൾ നമ്പർ, പേര്, 6 സബ്ജക്റ്റിൻ്റെ മാർക്ക്, ടോട്ടൽ. 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അറേ വേണം. ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. അതിനുശേഷം ഈ സ്ട്രക്ചർ ഉപയോഗിച്ച് എങ്ങനെ 50 കുട്ടികൾ വരെയുള്ള ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാം എന്ന് നോക്കാം. മുമ്പ് നമ്മൾ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഉണ്ടാക്കിയപ്പോൾ ഒരൊറ്റ വേരിയബിളായിരുന്നു. എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് സ്പേസ് എസ് എന്നെഴുതിയപ്പോൾ എസിൻ്റെ അകത്ത് ഒരു വേരിയബിളെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു, ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ പറയാൻ പോകുന്നതിൽ നമുക്ക് എസിൻ്റെ ഉള്ളിൽ മാക്സിമം 50 കുട്ടികൾ വരെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുമ്പ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ടോട്ടൽ സ്റ്റോർ ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ ടോട്ട് എന്നുള്ള പേരിൽ ഒരു വേരിയബിൾ ഉണ്ടാക്കും. 50 കുട്ടികളുടെ ടോട്ടൽ സ്റ്റോർ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ഓഫ് 50. ഓർമ്മയില്ലേ?
ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അറയാക്കും ടോട്ടലിനെ. അതേപോലെ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസും അറേ ആകാം. ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ അറേ ആക്കുന്നതും സിമ്പിളാണ്. മുമ്പ് ചെയ്ത പോലെയൊക്കെ തന്നെ ഇതാക്കട്ടോ. സ്റ്റുഡൻറ്റ് ആ സ്ട്രക്ചറിൻ്റെ എസ് എന്ന വേരിയബിളിൽ 50 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ എഴുതിയാൽ മതി. സ്റ്റുഡൻറ്റ് എസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 50. അപ്പോൾ ഇതിൽ എത്ര സ്റ്റുഡൻസിൻ്റെ സ്റ്റോർ ചെയ്യാം? 50 ആളുടെ. ഈ 50 ആളുടെ റോൾ നമ്പർ, 50 ആളുടെ പേര്, 50 ആളുടെ ടോട്ടല്, 50 ആളുടെയും 6 സബ്ജക്റ്റുകളുടെ മാർക്ക്, അങ്ങനെ ഒരു പിടി ഡാറ്റ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഫസ്റ്റ് വരി എന്തിനാണെന്ന് പറയാലോ. എന്തിനാ? ഹാഷ് ഇൻക്ലൂഡ് IOStream നമ്മുടെ സീനും സി ഔട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നത്തെ വരി യൂസിങ് നെയിം സ്പേസ് STD നമ്മുടെ ആ സ്ട്രീം ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇക്കൊല്ലം പഠിച്ച ഒരു കൺസെപ്റ്റ്. ഏതാ? സ്ട്രക്ചർ. എങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയതെന്ന് കണ്ടല്ലോ. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ, അതായത് S(50) എന്ന് എഴുതിയേക്കുന്ന സാധനം ഒരു അറേ ആണ് എന്ന് മനസ്സിലാക്കുക. സാധാരണ നമ്മൾ S എന്നൊക്കെ എഴുതാറുണ്ട്. ഇവിടെ S സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 50 എന്ന് എഴുതിയിട്ടുണ്ട്. S(50) ഒരു അറയാണ്. ഈ S(50) എന്ന അറയിലെ ഓരോ എലിമെൻറ്റിൻ്റെ ഉള്ളിലും, അതായത് S(0), S(1) എന്നറിയപ്പെടുന്ന ഓരോ എലിമെൻറ്റിലും നമുക്ക് റോൾ നമ്പർ, പേര്, 6 സബ്ജക്റ്റിൻ്റെ മാർക്ക്, ടോട്ടൽ ഇത് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രക്ചറിലെ 50 എലിമെൻറ്റുകളിലായിട്ട്, അറയിലെ 50 എലിമെൻറ്റുകളായിട്ട് നമുക്ക് 50 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മനസ്സിലായോ? S(50) എന്ന് എഴുതിയാൽ നമുക്ക് 50 കുട്ടികളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. S(50) എന്ന് നമ്മൾ 9ാമത്തെ വരിയിൽ ടൈപ്പ് ചെയ്തില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ വേരിയബിൾ അറേ ഡിക്ലെയർ ചെയ്യാം. ഇതാ കണ്ടല്ലോ, S(50) എന്ന് ഇവിടെ എഴുതാം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി മുമ്പ് എഴുതിയിട്ടുള്ള കാരണം ഈ 2 വരികൾ എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. ഇനി 3 വേരിയബിൾസ് അത് ആവശ്യം പോലെ നമ്മൾ എഴുതിയതാണ്. എന്നെ നമ്പർ ഓഫ് ടേംസ് എത്ര എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മാക്സിമം 50 കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 50 കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ തവണയും 50 കുട്ടികൾ തന്നെ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്നില്ല. ആദ്യത്തെ തവണ നമ്മളൊരു തവണ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ 5 കുട്ടികളേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് n-ന് 5 എന്ന് കൊടുക്കാം. നമ്മൾ പ്രോഗ്രാം പിന്നൊരു തവണ റൺ ചെയ്തപ്പോൾ ആ ക്ലാസ്സിൽ 10 കുട്ടികളായിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് n-ന് 10 എന്ന് കൊടുക്കാം. ചുരുക്കം പറഞ്ഞാൽ മാക്സിമം 50 വരെ കുട്ടികളുടെ എണ്ണം ഹാൻഡിൽ ചെയ്യാൻ ഈ പ്രോബ്ലത്തിന് കഴിയും. ഒരു ക്ലാസ്സിൽ 25 കുട്ടികളാണോ, നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ n-ന് 25 എന്ന് കൊടുത്താൽ മതി. അങ്ങനെ n വെച്ച് മാക്സിമം കുട്ടികളുടെ എണ്ണം നമുക്ക് വേരി ചെയ്യിക്കാം, വ്യത്യാസം വരുത്താം. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, n-ന് ഒരിക്കലും 50ൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ സ്ട്രക്ചർ വേരിയബിൾ ഉണ്ടാക്കിയപ്പോൾ S(50) എന്നാണ് എഴുതിയേക്കുന്നത്. ഒരിക്കലും ഈ അറയുടെ സൈസ് 50ൻ്റെ മുകളിലേക്ക് പോവില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക, കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ സ്ട്രക്ചർ വേരിയബിൾ S(50) ഉണ്ടാക്കി, n-ൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്റ്റോർ ചെയ്തു. ഈ I എന്തിനാ പതിവ്? വേരിയബിൾ I നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. വേരിയബിൾ I എന്തിനാ പതിവ്? മനസ്സിലാക്കുക. സാധാരണ ഫോർ ലൂപ്പിലെ ഇൻക്രിമെൻ്റ് സ്റ്റോർ ചെയ്യാനാണ് I എന്ന വേരിയബിൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത് ആ നാട്ടുനടപ്പനുസരിച്ച് I ആണ്. ഇൻക്രിമെൻറ്റിൻ്റെ ഷോർട്ട് നമുക്കും I മതി. പിന്നെ ജയോ, I കഴിഞ്ഞാൽ ഇതേപോലെ എണ്ണം പിടിക്കേണ്ടി വരുമ്പോൾ, ലൂപ്പിലെ എണ്ണം പിടിക്കേണ്ടി വരുമ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന വേരിയബിളാണ് J. നാട്ടുനടപ്പാണ്, നിർബന്ധമല്ല. I-യും J-യും അപ്പോൾ നമ്മൾ 2 വേരിയബിൾസ് എടുത്തു വെച്ചിട്ട് താഴെ കാണും, ഉപയോഗം താഴെ കാണാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ചോദിച്ചു, ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യം തന്നെ ചോദിച്ചത്. അത് നമ്മൾ 17ാമത്തെ വരിയിൽ ഇതാ സീൻ n എന്ന് പറഞ്ഞിട്ട് ആ n എന്ന വേരിയബിളിലേക്ക്
ആ വാല്യൂ വാങ്ങി വെച്ചു. ഈ ക്ലാസ്സിൽ ഈ പ്രോഗ്രാം ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ എത്ര കുട്ടികളാണ് നിങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ എണ്ണം ഈ എന്നിലേക്ക് ഇപ്പോൾ വാങ്ങി. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൂപ്പ് ഇട്ടു. ആ ലൂപ്പ് തുടങ്ങിയത് ഓപ്പണിംഗ് ബ്രേസസ് കണ്ടല്ലോ, അവിടം തൊട്ടാണ്. എവിടം വരയ്ക്കാണ്? താഴെ 34ാമത്തെ വരി കഴിയുന്ന വരെയും ആ ലൂപ്പാണ്. എവിടെ തൊട്ട് അവിടം വരെയാണ്? ഇതാ കാണിച്ചു തരാം. ഈ കാണുന്ന സെക്ഷൻ മുഴുവൻ 18ാമത്തെ വരി തൊട്ട് താഴേക്ക് 34ാമത്തെ വരി വരെ ഒരു ബ്ലോക്കാണ്. അതെങ്ങനെയാണ് ബ്ലോക്കാന്ന് മനസ്സിലായത്? 18ാമത്തെ വരിയിൽ ഒരു ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ട്, 34ാമത്തെ വരിയിൽ ഒരു ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ട്. ഓപ്പണിംഗ് അല്ല, ക്ലോസിംഗ് ബ്രേസസ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് തോന്നും 33ാമത്തെ വരിയിൽ ഒരു ക്ലോസിംഗ് ബ്രേസസ് ഉണ്ടല്ലോ, അപ്പോൾ അതല്ലേ അവസാനിക്കണേ? അല്ല, കാരണം 29ാമത്തെ വരിയിലുള്ള ഓപ്പണിംഗ് ബ്രേസസിൻ്റെ ക്ലോസിംഗ് ആണ് 33ാമത്തെ വരിയിലത്തെ. കണ്ടോ, 29ാമത്തെ വരിയിൽ തുടങ്ങിയ ഓപ്പണിംഗ് ബ്രേസസിൻ്റെ ക്ലോസിംഗ് ആണ് 33ാമത്തെ വരിയിൽ. അപ്പോൾ ബ്രാക്കറ്റുകൾ എപ്പോഴും ജോഡിയായിട്ടായിരിക്കും, പെയറാവും. ഒരിക്കലും തുറന്ന ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് അടഞ്ഞ ബ്രാക്കറ്റ് ഉണ്ടാവും. നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കുക, തുറന്ന ബ്രാക്കറ്റ് ഉണ്ടോ അത് അടഞ്ഞിട്ടും ഉണ്ടാവണം. അപ്പോൾ ഈ പ്രോഗ്രാമിലെ ഈ ലൂപ്പ് തുടങ്ങിയത് 18ാമത്തെ വരിയിൽ ആണ്. ആ 18ാമത്തെ വരി കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. ഫോർ i = 0 എന്നെഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലൂപ്പ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതിന് കൊടുക്കുന്ന വില 0ആണ്. ഈ ലൂപ്പ് അവസാനിക്കുക എപ്പോഴാണ്? അതാണ് കണ്ടീഷൻ ചെക്കിങ്. കണ്ടീഷനിൽ എന്താ പറഞ്ഞേക്കണേ? എന്നിനേക്കാളും ചെറുതാണോ എന്ന് നോക്കലാണ് കണ്ടീഷൻ. i <n. എന്നിൽ എത്രയാണോ ഉള്ളത് അതിനേക്കാളും ചെറുതായിരിക്കുന്ന സമയം മുഴുവൻ, ഐയുടെ വില അതിനേക്കാളും ചെറുതായിരിക്കുന്ന സമയം മുഴുവൻ ഈ ലൂപ്പ് വർക്ക് ചെയ്യും എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഈ i++ എപ്പോഴാണ് വർക്ക് ചെയ്യുക? അതായത് ഈ i++, ഇത് ഇപ്പം തൊട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലൂപ്പിലേക്ക് കടക്കാൻ നേരത്ത് i = 0. ലൂപ്പിൽ ഓരോ തവണയും i <n ആണോ നോക്കും. അത് കഴിഞ്ഞാൽ ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യും. ബോഡി ഓഫ് ദ ലൂപ്പ് ഇത് ഇവിടം വരെ. അതിന് ശേഷമേ നമ്മൾ എവിടേക്ക് വരുള്ളൂ? i++ലേക്ക്. അപ്പോൾ ഒരു തവണ ലൂപ്പിൻ്റെ മുകൾ വശം തൊട്ട് താഴ്വശം വരെ കഴിഞ്ഞിട്ടേ i++ലേക്ക് പോവുള്ളൂ. അല്ലാതെ i <n കഴിഞ്ഞ വഴിക്ക് നേരെ പോയി i++ അല്ല. മനസ്സിലായല്ലോ? എന്നിട്ട് അപ്പോൾ നമ്മളിനി i <n ആണോ നോക്കും. ആണെങ്കിൽ ഈ ലൂപ്പ് 19ാമത്തെ വരി തൊട്ട് 33ാമത്തെ വരി വരെ വർക്ക് ചെയ്യും. അപ്പോൾ ലൂപ്പ് ഒരു തവണ വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇതാ ആദ്യം തന്നെ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് എൻ്റർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൽ ഒരു സൂത്രപ്പണി കാണിച്ചിട്ടുണ്ട്. എന്താ? ഇവിടെ i+1 എന്നെഴുതിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണെന്നറിയോ? ഐയുടെ വില നമ്മൾ തുടങ്ങുമ്പോൾ എത്ര വെച്ചേക്കണേ? ഇവിടെ i = 0. ഈ വരിയിലെത്തുമ്പോൾ ഐയുടെ വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല കേട്ടോ. ഐയുടെ വില പഴയ 0 തന്നെയാണ്. പക്ഷെ പ്രിൻ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയിൽ എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് 0 എന്ന് വരുമ്പോൾ ഒരു ഭംഗിയിൽ, എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് 1 എന്ന് വരുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഐയുടെ വില 0 ആയിരിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുമ്പോൾ i+1 വിലയാണ് പ്രിൻ്റ് ചെയ്ത് വരിക. ഐയുടെ വിലയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഐ പഴയ പോലെ അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള 0 തന്നെയാണ്. നമ്മൾ ഈ വരിയിൽ i+1 ഇട്ടു എന്ന് വെച്ചിട്ട് ഐയുടെ വിലയ്ക്ക് വ്യത്യാസം വരണില്ല. പ്രിൻ്റ് ചെയ്യുന്നിടത്ത് i+1 എന്നായി എന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഐയുടെ വില അവിടെ വ്യത്യാസം വരണില്ല കേട്ടോ. അവിടെ വ്യത്യാസം വരണമെങ്കിൽ നമ്മൾ എന്ത് എഴുതേണ്ടി വന്നേനെ? ഒന്നുകിൽ i++ അല്ലെങ്കിൽ i = i+1 എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി വന്നേനെ. അവിടെ നമ്മളത് എഴുതിയിട്ടില്ല. അവിടെ i+1 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം പ്രിൻ്റ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. എന്നിട്ട് ഒരു വരയിട്ട് നല്ല ഭംഗിയിൽ അടിവരയൊക്കെ ഇട്ട് വരും. ആദ്യത്തെ ആളുടെ റോൾ നമ്പർ വാങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് ജോഡിയാണ്. ആദ്യത്തെ ആളുടെ റോൾ നമ്പർ വാങ്ങി. ആദ്യത്തെ ആളുടെ റോൾ നമ്പർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിവിടെ ഒരു സൂത്രപ്പണി നമ്മൾ ഒപ്പിച്ചു. എന്താ അത്? s of i എന്നെഴുതി. s of എന്ന് നമ്മൾ എഴുതാറില്ല കേട്ടോ.
ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഉടനെ മനസ്സിലാക്കണം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ സെറ്റിനെയാണ് ഓഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ. അപ്പോൾ എസ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ഓഫ് ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറേ എസ്സിലെ ഐത്ത് എലിമെൻറ്റ്. ഐയുടെ വില ഇപ്പം എത്രയാണ്? ലൂപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലൂപ്പ് തുടങ്ങിയപ്പോൾ ഐയുടെ വില എത്ര? 0. അപ്പോൾ എസ് ഓഫ് ഐ എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യണേ? എസ് ഓഫ് 0. എസ് ഓഫ് 0യിലെ റോൾ നമ്പർ എന്നാണ് ഇതിൻ്റെ മീനിങ്. മനസ്സിലായോ? എസ് ഓഫ് 0യിലെ റോൾ നമ്പർ എന്ന് വെച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ആദ്യത്തെ ആളുടെ റോൾ നമ്പർ. അപ്പോൾ ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽ എന്തിലാണ് സ്റ്റോർ ചെയ്യണേ? 0th ലൊക്കേഷനിലാണ്. അറേയിലെ ലൊക്കേഷൻസിൻ്റെ സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക 0യിലാണ്. മറക്കരുത്, അതും കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എസ് ഓഫ് ഐ ഡോട്ട് റോൾ എന്ന് എഴുതിയാൽ ആദ്യത്തെ ആളുടെ റോൾ നമ്പർ വന്നു. അത് കഴിഞ്ഞാലോ പേര്. ഇനി നമുക്കിതിൽ ബുദ്ധിമുട്ടില്ല, കാരണം ഇതൊക്കെ കഴിഞ്ഞ പ്രോഗ്രാമിലുള്ള അതേപോലെയാണ്. പേര് വാങ്ങുന്നു. അവിടെയും ശ്രദ്ധിക്കണം, എസ് ഓഫ് ഐ ഡോട്ട് നെയിമാണ്. കാരണം എന്താ? എസ് ഓഫ് ഐ എന്ന് വെച്ചാൽ ആദ്യത്തെ ആളുടെ. ഇവിടെ ഒരാളല്ല, n എലിമെൻറ്റ്സ് ഉണ്ട്. അത് കാരണം അതിൽ ഇൻഡിവിജ്വൽ എലിമെൻറ്റ്സ് തിരിച്ചറിയാനാണ് ഈ സബ്സ്ക്രിപ്റ്റ് എസ് ഓഫ് ഐ. കേട്ടല്ലോ? ശരി. ഇനി ടോട്ടൽ കണ്ടുപിടിക്കണം. ആദ്യം ടോട്ടൽ 0 വെച്ചു, 0 തുടങ്ങുമ്പോൾ ടോട്ടൽ 0. ഇനി നമുക്ക് 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് വാങ്ങാനുണ്ട്. മാർക്ക് സ്റ്റോർ ചെയ്യാൻ നമ്മൾ വേറൊരു അറയാണ് ഇട്ടേക്കുന്നത്. ആ അറയുടെ പേരെന്ന മാർക്ക് എം എന്നാണ് അറയുടെ പേര്. അപ്പോൾ ഇനി നോക്കി നോക്കുക. ഒരു കുട്ടിയുടെ മാർക്ക് എന്ന് വെച്ചാൽ എവിടെ തൊട്ട് എവിടെ വരിക? മാർക്ക് ഓഫ് 0, അതായത് എം ഓഫ് 0, എം ഓഫ് 1, എം ഓഫ് 2, എം ഓഫ് 3, എം ഓഫ് 4, എം ഓഫ് 5. ഈ ഒരു ലൂപ്പ് 28ാമത്തെ വരി തൊട്ട് 30ാമത്തെ വരി വരെയുള്ള ലൂപ്പ് 6 തവണ വർക്ക് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ട്? ഓരോ കുട്ടിക്ക് വേണ്ടിയിട്ട്. അതെങ്ങനെയാണ്? ഐയുടെ വില 0 ആവുമ്പോൾ ഈ ലൂപ്പ് 6 വട്ടം വർക്ക് ചെയ്യും. ഐയുടെ വില 1 ആവുമ്പോൾ പിന്നെയും ഈ ലൂപ്പ് 6 വട്ടം വർക്ക് ചെയ്യും. അതെങ്ങനെ അറിയണം? കാരണം ഐയുടെ ലൂപ്പിൻ്റെ ഉള്ളിലാണ് ഈ ലൂപ്പ് എഴുതിയേക്കണത്. ഐയുടെ ലൂപ്പ് ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. 34ാമത്തെ വരി വരെയുള്ള ഐയുടെ ലൂപ്പിൻ്റെ ഉള്ളിൽ 28 തൊട്ട് 33 വരെയുള്ള വരികളിലാണ് ഏതെഴുതിയേക്കണേ? ജയുടെ ലൂപ്പ്. അപ്പം ജയുടെ ലൂപ്പ് എത്ര തവണ വർക്ക് ചെയ്യും? ഐ എത്ര തവണ ഇൻക്രിമെൻ്റായി ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നോ അത്രയും തവണ ജയുടെ ലൂപ്പ് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ജയുടെ ലൂപ്പ് ഐയുടെ ഓരോ വിലയ്ക്കും 6 തവണ വെച്ച് വർക്ക് ചെയ്യും. മനസ്സിലായോ? ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പ് എന്തെന്നറിയപ്പെടും? നെസ്റ്റഡ് ലൂപ്പ്. ക്ലിയർ ആണോ? ഇതും കഴിഞ്ഞ കൊല്ലത്തെയാണ് കേട്ടോ. അപ്പോൾ ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പ് നെസ്റ്റഡ് ലൂപ്പ് ഇട്ടിട്ടാണ് നമ്മളിവിടെ ഒരു കുട്ടിയുടെ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക്. അങ്ങനെ 50 കുട്ടികൾ വരെ വരാം. കുട്ടികളുടെ എണ്ണം കൺട്രോൾ ചെയ്യാനാണ് ഐ ലൂപ്പ്. ഓരോ കുട്ടിയുടെയും മാർക്കുകൾ മാറി മാറി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെ ലൂപ്പ്. മനസ്സിലായോ? ഒന്നുകൂടിയും കണ്ടു നോക്ക്, മനസ്സിലാവും കേട്ടോ. ശരി. അപ്പോൾ നമ്മൾ ഐ ലൂപ്പ് ഇട്ടു. ഐ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇതാ ജെ ലൂപ്പ്. ജെ ലൂപ്പിൽ നമ്മൾ എന്താ ചെയ്യണേ? ഓരോ കുട്ടിയുടെയും മാർക്ക് വാങ്ങലാണ് നമ്മൾ ജെ ലൂപ്പിൽ ചെയ്യണേ. മാർക്ക് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ സൂത്രപ്പണിയും കൂടിയും കാണിച്ചു. എന്താ? ആദ്യം 0 ആക്കി വെച്ച ആ വേരിയബിൾ ടോട്ട് അത് ഓരോ മാർക്ക് കിട്ടുമ്പോഴും ആ ടോട്ടലിലേക്ക് ഇടും. ഇപ്പം ഉള്ളതിൻ്റെ കൂടെ ഇടും. അതിന് വേണ്ടി എഴുതിയേക്കുന്ന വരിയാണ് 32ാമത്തെ വരി. എസ് ഓഫ് ഐ ഡോട്ട് ടോട്ടൽ. ഇപ്പം എസ് ഓഫ് ഐ ഡോട്ട് ടോട്ടലിൽ എത്രയുണ്ടോ അതിലേക്ക് പുതിയൊരു മാർക്കും കൂടി ഇടണം. ഏതാ മാർക്ക്? എസ് ഓഫ് ഐ ഡോട്ട് എം ഓഫ് ജെ. അപ്പോൾ ജെയുടെ വില എവിടെ തൊട്ട് എവിടം വരെ പോവും? ജെ ലൂപ്പ് നോക്കിയാൽ കാണാം
0 മുതൽ 6 വരെ ജയുടെ വില പോവും. 6 എത്തോ ഇല്ല, 0 മുതൽ 5 വരെയാണ് ജയുടെ ലൂപ്പ് വർക്ക് ചെയ്യുക. അങ്ങനെ ജയുടെ ലൂപ്പ് 0 മുതൽ 5 വരെ വർക്ക് ചെയ്യുമ്പോൾ മാർക്ക് ഓഫ് 0, മാർക്ക് ഓഫ് 1, മാർക്ക് ഓഫ് 2 എന്ന് മാറി മാറി മാർക്ക് ഓഫ് എവിടെ വരെ വരും? 5 വരെ വരും. അങ്ങനെ 6 സബ്ജക്റ്റിൻ്റെ ഒരു കുട്ടിയുടെ മാർക്ക് ഇങ്ങനെ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കും. ആ കുട്ടിയുടെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ SOF_tot എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ SOF_tot-ലേക്കാണ് നമ്മൾ ഈ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ടോട്ടലും ഓരോ മാർക്കും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. SOF_tot പ്ലസ് ഈക്വൽസ്. അതിൻ്റെ മീനിങ് എന്താ? SOF_tot ഈക്വൽസ് SOF_tot പ്ലസ് SOF_m(j) എന്നാണ്. എന്ന് വെച്ചാൽ ഓരോ ith കുട്ടിയുടെയും jth മാർക്കുകൾ കൂട്ടിയിട്ട് അതിലേക്ക് ഇടണം എന്നർത്ഥം. മനസ്സിലാവുണ്ടോ? ശരി. അങ്ങനെ ഈ ലൂപ്പ് പഠിപ്പിക്കൽ ഇപ്പോഴല്ല കേട്ടോ, കഴിഞ്ഞല്ലത്തെയാണ്. ശരി. അപ്പോൾ ലൂപ്പ് അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടലും മാർക്ക് 6 കിട്ടി. ഓരോ മാർക്ക് കിട്ടുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ അത് കൂട്ടി എടുക്കുകയും ചെയ്തു. അങ്ങനെ മാർക്ക് റീഡ് ചെയ്യാനുള്ള ലൂപ്പ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ എന്താ സംഭവിച്ചത്? പിന്നെയും ഒരു കെട്ടുവള്ളി, അടച്ച ക്ലോസിംഗ് ബ്രേസസ്. ഇതിൻ്റെ മീനിങ് എന്താ? ഐ ലൂപ്പ് ഒരു വട്ടം കഴിഞ്ഞു എന്നാണ്. ഐ ലൂപ്പ് ഒരു വട്ടം കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കും? ഐ ലൂപ്പ് ഒരു വട്ടം കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണെന്നറിയോ? നേരെ താഴേക്ക് പോവില്ല. ഇവിടെ I++ൻ്റെ ഭാഗം വർക്ക് ചെയ്യും. I++ വർക്ക് ചെയ്ത് എന്തുണ്ടാവും? ഇപ്പം അതിൽ 0 ആയിരുന്നു, അത് എത്രയും മാറും? 1 ആവും. ഈ 1 നോക്കും, നമ്മൾ കൊടുത്തിട്ടുള്ള n-നേക്കാളും ചെറുതാണോ നോക്കും. 1 നമ്മളിപ്പോൾ n-ന് 5 ആളുടെ മാർക്കും ഡീറ്റെയിലൊക്കെയാണ് കാണേണ്ടതെന്ന് വിചാരിച്ചിട്ട് n-ന് 5 കൊടുത്തെന്ന് വിചാരിച്ചോ. ഇപ്പം n-ന് 5ഉം I-ക്ക് 1ഉമാണ്. I-ക്ക് 1 5-നേക്കാളും ചെറുതാണോ നോക്കും. ആയതുകൊണ്ട് ഈ ലൂപ്പ് പിന്നെയും ആവർത്തിക്കും. അടുത്ത കുട്ടിയുടെ മാർക്കും പേരും ചരിത്രമൊക്കെ വാങ്ങി ടോട്ടലും കണ്ടുപിടിച്ച് ഈ ലൂപ്പ് പിന്നെയും ആവർത്തിക്കും. പിന്നെയും മുകളിൽ പോവും, ഐ കൂടും, 3 ആവും. 3 അല്ല 2 ആവും. 2 <= 5 ആണോ നോക്കും. അതെ, അതുകൊണ്ട് പിന്നെ ഈ ലൂപ്പ് പ്രവർത്തിക്കും. ഈ n-ന് 5 ആണെങ്കിൽ ഈ ലൂപ്പ് എവിടം വരെ വർക്ക് ചെയ്യും? ഐയുടെ വില എത്രയാവുന്ന വരെ? 4. അപ്പം എത്ര തവണ വർക്ക് ചെയ്തു? 0, 1, 2, 3, 4 5 വട്ടം വർക്ക് ചെയ്തു. അങ്ങനെയാണ് ലൂപ്പിൻ്റെ കൺസെപ്റ്റ് കേട്ടോ. അങ്ങനെ ഈ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 കുട്ടികളിലെ n-ന് 5 ആണെങ്കിൽ 5 കുട്ടികളിലെ 6 സബ്ജക്റ്റിൻ്റെ മാർക്കും അതിൻ്റെ ടോട്ടലും കണ്ട് ഡീസൻ്റാക്കി എല്ലാം നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ അറേ S(50) അതിലെ ഓരോരോ ലൊക്കേഷൻസിലായി എടുത്തു വെച്ചു. ഇനി ഇത് പ്രിൻ്റ് ചെയ്ത് കാണിക്കലാണ് അടുത്തത്. പ്രിൻ്റ് ചെയ്യൽ എളുപ്പമാണ്. റീഡ് ചെയ്ത അതേ ടെക്നിക്കാണ് പ്രിൻ്റ് ചെയ്യാൻ. എന്താ ചെയ്യാനുള്ളൂ? പിന്നെയും ലൂപ്പ് ഇടുക 0 തൊട്ട് n വരയ്ക്ക്. എന്നിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ഓഫ് സ്റ്റുഡൻറ്റ് വിത്ത് റോൾ നമ്പർ. നമ്മൾ എഴുതുമ്പോൾ നല്ല ഭംഗിയിൽ എഴുതും. റോൾ നമ്പർ ഇത്ര SOF_roll ഈക്വൽസ് അല്ല എന്താണെന്ന് എഴുതി വെച്ചു. അപ്പോൾ എഴുതി വരുമ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഓഫ് സ്റ്റുഡൻറ്റ് വിത്ത് റോൾ നമ്പർ 1 ആണെങ്കിൽ 1. റോൾ നമ്പറിന് നമ്മൾ എത്രയാണോ കൊടുത്തേക്കണം അത് എഴുതിയിട്ട് താഴെ പേര് എഴുതി വരും, പേര് പ്രിൻ്റ് ചെയ്ത് വരും. അത് കഴിയുമ്പോൾ പിന്നെ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും ലൂപ്പ് ജെ ലൂപ്പ് 0 തൊട്ട് 6 വരെയുള്ള 6 മാർക്കുകൾ, അതായത് 0 തൊട്ട് 6 അല്ല 0 തൊട്ട് 5 വരെ ഉള്ള 6 മാർക്കുകൾ നമ്മൾ M(0), M(1), M(2) എന്നുള്ള പേരിൽ ഓരോ സ്റ്റുഡൻറ്റിനും സെപ്പറേറ്റ് സെറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് പ്രിൻ്റ് ചെയ്ത് വരും. ആ കുട്ടിയുടെ ടോട്ടൽ പ്രിൻ്റ് ചെയ്ത് വരും. ലൂപ്പ് അവസാനിച്ചു. ഈ ലൂപ്പ് അവസാനിച്ചത് ഏതാ? 47ാമത്തെ വരിയിൽ ഈ ലൂപ്പ് അവസാനിച്ചത് എന്തിൻ്റെയാണ്? ഇതാ കണ്ടോ, 36ാമത്തെ വരിയിൽ തുടങ്ങിയ ഫോർ ലൂപ്പിൻ്റെയാണ്. അങ്ങനെ പ്രിൻറ്റിങ്ങിൻ്റെ സെറ്റ് അവസാനിച്ചു. ഇത്രയും കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇത് കാണാപ്പടം പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കണം കേട്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ പുസ്തകമൊക്കെ എടുക്കുക, ഫോർ ലൂപ്പ് നോക്കുക, അറേ നോക്കുക. കാരണം ഈ കൊല്ലം ഇനിയും ആവശ്യം വരും. ക്ലിയർ അല്ലേ? അപ്പം ശരി.
പ്രോഗ്രാം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇപ്പം ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടാണ് ആ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻ നമ്പറുകളിൽ ക്ലോസിംഗ് ബ്രേസസ് ഒരു പക്ഷേങ്കിൽ ഉൾപ്പെടുത്താതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കണ്ട, അതും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് കൂടുതൽ ചിന്തിക്കുന്നവർക്കാണ് അടുത്ത ചോദ്യം. ഇങ്ങനെ 50 ആളുടെ ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാവുന്ന ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ S(50) അതിൻ്റെ സൈസ് ഇൻ ബൈറ്റ്സ് എത്ര? പറ്റുന്നവരൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. ഏതൊക്കെയുണ്ട്? റോൾ നമ്പർ, 20 ക്യാരക്ടർ വരെയുള്ള പേര്, 6 സബ്ജക്റ്റിൻ്റെ മാർക്ക്, അത് ഇൻറ്റിജറിൽ മതി. ടോട്ടൽ ഇത്രയും സാധനങ്ങളുണ്ട് 50 ആളുടെ. എത്രയാണ് അതിൻ്റെ സൈസ് ഇൻ ബൈറ്റ്സ് ഈ 50 ആൾക്ക് കൂടിയിട്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അടുത്ത ദിവസം നോക്കാം കേട്ടോ. ഇത് ഭയങ്കരമായി C++ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രമാണ്. പരീക്ഷയ്ക്ക് ഇത് വരാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചറും കൂടി തീർക്കണം എന്ന് വിചാരിച്ചതാണ്, ഇന്നും നടന്നില്ല. പലപ്പോഴും അങ്ങനെയാണല്ലോ, പീരീഡ് അവസാനിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർന്നുണ്ടാവില്ല. കാര്യമാക്കണ്ട.